സംസ്ഥാന സ്കൂൾ കായികമേളയിലെ വേഗറാണി ദേവപ്രിയ ഷൈബുവിന് CPIM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറ്റം നാളെയാണ് നടക്കാൻ പോകുന്നത്. വീടിന്റെ നിർമ്മാണ പ്രവർത്തികളെല്ലാം അവസാന ഘട്ടത്തിലാണ്. റിപ്പോർട്ട് നൽകിയ വാർത്തയെ തുടർന്ന് റിപ്പോർട്ട് ടിവിയിലൂടെ തന്നെയായിരുന്നു CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ദേവപ്രിയയ്ക്ക് വേണ്ടി ആ സ്വപ്ന ഭവനം നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. CPM ജില്ലാ കമ്മിറ്റി ദേവപ്രിയയുടെ വീടിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് അവൾ വരുന്ന അന്ന് തന്നെ വീടിന്റെ ശിലാസ്ഥാപനം നടത്തും. ആ ശിലാസ്ഥാപനത്തോടു കൂടി വീട് സമയബന്ധിതമായി പണി പൂർത്തിയാക്കി കൊടുക്കും. ദേവഭവൻ എന്നാണ് വീടിന് പേരിട്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെ പഴയ വീട് പൊളിച്ചു മാറ്റിയ ശേഷമാണ് പുതിയ വീട് നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നത്. അന്ന് CV വർഗീസ് പറഞ്ഞ പോലെ തന്നെ 4 മുറിയുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടാണ്. അകത്ത് ഇപ്പോൾ അവസാനഘട്ട പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദേവപ്രിയയുടെ മാതാപിതാക്കളും വല്യമ്മയും അനിയനും ഒക്കെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ദേവപ്രിയയുടെ പിതാവ് ഷൈബുചേട്ടനാണ് ചേരുന്നത്. ഷൈബുചേട്ട പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് ഒരു വർഷം ആവുന്നതിന് മുമ്പ് തന്നെ നിർമ്മാണ പ്രവർത്തികളെല്ലാം പൂർത്തിയായിരിക്കുന്നു. എങ്ങനെയുണ്ട് നടപ്പാക്കി? കുഴപ്പമില്ല. നടപ്പാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 10 മാസം എന്നല്ല, ഈ ഇലക്ഷൻ്റെ കുറേ തിരക്കുകളും പിന്നെ ഈ ബിൽഡിങ് പണിതുകൊണ്ടിരുന്ന ഭായിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഈ ഇലക്ഷൻ്റെയും ഒക്കെ ഭാഗമായിട്ട് അവരങ്ങ് കയറിപ്പോയി. അതുകൊണ്ടാണ് 10 മാസമായത്. ഇല്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം എന്നായിരുന്നു വർഗീസാവ് പറഞ്ഞത്. പക്ഷേ ഒരു 5 മാസം കൊണ്ട് തീർന്നത്. ഈ ഭായിമാരെല്ലാം കൂടെ പോയ ഒരു സിറ്റുവേഷൻ അങ്ങനെ വന്നതുകൊണ്ടാണ് ഇച്ചിരി നീണ്ടുപോയത്. എങ്കിലും പാർട്ടി ഒരു വാക്ക് പറഞ്ഞതാണെങ്കിൽ നടത്തുമെന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് പാർട്ടിയിൽ അത്ര വിശ്വാസമുള്ളതുകൊണ്ടാണ്. പാർട്ടി നടപ്പാക്കും എന്ന് ഉറപ്പായിട്ടും ഞാൻ അന്ന് പറഞ്ഞെങ്കിൽ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി, നല്ല അടച്ചുറപ്പുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഭവനം ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടപ്പോൾ അന്ന് ആ ഒരു പഴയ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോഴുള്ള പ്രതികരണം എങ്ങനെയാണ്? ഒരുപാട് സന്തോഷം, വളരെയധികം സന്തോഷമായി. ഇത്രയും നല്ലൊരു വീട് എന്നത്, ഒരു വീടെന്നുള്ള എല്ലാവരുടെയും സ്വപ്നമാണല്ലോ. അത് മോൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഈ വീടിനോടുള്ളൊരു സ്വപ്നം. അവൾക്ക് വലിയ വീടുകൾ കാണുമ്പോൾ, എൻ്റെ ബന്ധുവീട്ടിലൊക്കെ പോയിട്ടാണെങ്കിലും വരുമ്പോൾ വലിയ വീട് കണ്ടു കഴിയുമ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറയും നമുക്കും ഇതുപോലൊരു വീടുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമായിരുന്നു. ആ ഒരു വിഷമം അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ആ ഒരു സ്വപ്നം ഏറ്റവും കൂടുതൽ, അവളുടെ ആ ഒരു സ്വപ്നത്തെയാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്. അവളുടെ ദേവപ്രിയയ്ക്ക് ഈ ട്രോഫികൾ, കിട്ടുന്ന ട്രോഫിയൊക്കെ വെക്കാൻ അന്ന് നമ്മൾ വന്നപ്പോൾ കവറിൻ്റെ അകത്തൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. അതൊക്കെ അതിന് ഇത്രയൊരു നല്ല വീട്, ആ ട്രോഫിയൊക്കെ വെക്കാനും കൊച്ചിൻ്റെ ആ ഉന്നതത്തിന് കിട്ടിയല്ലോ എന്നുള്ളത് ഭയങ്കര സന്തോഷം എനിക്കുണ്ട്. ഒക്കെ കാണാനും അവിടെ കിട്ടാനും ഒത്തിരി ഞങ്ങളുടെ എല്ലാ അധ്വാനത്തിൻ്റെ ഫലമായി ഇതെല്ലാം അവിടെ വേറെ. സ്കൂൾ കായികമേളയിൽ 38 വർഷം ഉണ്ടായിരുന്ന ആ പഴക്കമുള്ള ആ റെക്കോർഡാണ് ദേവപ്രിയ അന്ന് മറികടക്കുകയും ചെയ്യുന്നത്. അന്ന് എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ അന്ന് ദേവപ്രിയ പറയുന്നത് എനിക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ഭവനം വേണം, തനിക്ക് കിട്ടുന്ന ട്രോഫികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സുരക്ഷിതമായിട്ടൊരു ഭവനം വേണമെന്നാണ് പറയുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ദേവപ്രിയയ്ക്ക് ഇനിയുള്ള സമയങ്ങളിലും കിട്ടുന്ന ട്രോഫികളും ഇതുവരെ കിട്ടിയ ട്രോഫികളും എല്ലാം ആ അംഗീകാരങ്ങളെല്ലാം സുരക്ഷിതമായി വെക്കാനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവപ്രിയയുടെ സഹോദരൻ കൂടി ചേരുന്നുണ്ട്. വന്നേ, നാളെ ആരാ ഈ വീടിന്റെ ഉദ്ഘാടനം നടത്താൻ പോകുന്നേ? ഏത് സഖാവാ? പിണറായി സഖാവാ? ആരൊക്കെ വരുന്നേ അവരുടെ കൂടെ? പിണറായി സഖാവിന്റെ കൂടെ ആരാ വീടുണ്ടാക്കി തന്നെ? വർഗീസ് സഖാവാണല്ലേ. എന്തായാലും 4 മുറികളുള്ള മനോഹരമായിട്ടുള്ള വീടാണ്. ഈ കാണുന്ന മുറികളുണ്ട്, അടുക്കളയുണ്ട്. ഈ കാണുന്ന മുറി ഇത് ഒരു മുറിയാണ്. ഈ കാണുന്നത് ടൈലൊക്കെ വിരിച്ച് മനോഹരമായിട്ടുള്ള വീടാണ്. ഇതിൻ്റെ അകത്തേക്കുള്ള ഫർണിച്ചറുകളെല്ലാം കൈമാറിയിരിക്കുന്നത് DYFI ആണ്. DYFIയും മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വനിതാ സംഘടനകളും ചേർന്നിട്ടാണ് ഈ വീടിനകത്തുള്ള ഗ്രഹോപകരണങ്ങളെല്ലാം തന്നെ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. നാളെ രാവിലെ 11 മണിക്കാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വീടിൻ്റെ താക്കോൽ കൈമാറ്റം നടത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ അവസാനവട്ട പ്രവർത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുടുംബം സന്തോഷത്തിലാണ്. ദേവപ്രിയ പഠനവുമായി ബന്ധപ്പെട്ട മലപ്പുറത്താണ് ഉള്ളത്. ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവപ്രിയ കൂടി എത്തുന്നതോടുകൂടി ദേവപ്രിയയുടെ സന്തോഷം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ദേവപ്രിയയുടെ സഹോദരനാണ് വീഡിയോ ജേർണലിസ്റ്റ് ജിതി മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.